നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു യാത്രയിൽ. പക്ഷേ നിങ്ങൾ ആ വിജയിച്ച ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൈയടിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. CC ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കരിയർ കാലഘട്ടത്തിലെ സമാനതകളില്ലാത്ത ഒരു കാലഘട്ടമാണ്. 2025 തുടങ്ങി 2026 പോകുമ്പോഴുള്ള ഈ ഒരു കാലഘട്ടം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ സമാനതകളില്ലാത്ത ഒരു കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിക്കും. എടാ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇനി ഒരു 3 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന അത്രയും നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത് ഏകദേശം നമുക്കൊരു 3500ഓളം അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വന്നുപോയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അത് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് 1000 നിയമനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം തന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു 4500 തുടങ്ങി 5000 വരെയൊക്കെ മാക്സിമം ആണ് വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റും അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയും. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് മാറിയ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, അതേപോലെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് നിൽക്കുന്ന അസിസ്റ്റന്റ് ജയിലർ. ഇങ്ങനെ ഒരുപാട് പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ നിലവാരത്തിൽ നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമാണ്. കാരണം ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 2 തസ്തികകളാണ്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 തസ്തികകളാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെറിയ മാർക്കിന് അവിടുന്ന് പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം. അതിന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ പോലീസ് CPO നോട്ടിഫിക്കേഷൻ, അതേപോലെ വിമൻ CPO നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നമ്മുടെ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വിമൻ തസ്തികകൾ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെ ഒരുപാട് നിയമനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസുകൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളും ഈ ഒരു കാലഘട്ടത്തിലെ +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നുപോയ പ്രധാനപ്പെട്ട പരീക്ഷകൾ നോട്ടിഫിക്കേഷനും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 2026 കാലഘട്ടം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വലിയ ക്രൂഷ്യൽ കാലഘട്ടമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി 10ാം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ഏതാ? കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. ഏകദേശം അടുത്ത ലിസ്റ്റിലും ഒരു 3000ഓളം നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കാരണം ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരെ എഴുതാൻ സാധിക്കുന്ന ഒരേ ഒരു LGS പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് കമ്പനി ബോർഡ് LGS പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ മുമ്പിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനുള്ള LD പരീക്ഷ. അപ്പൊ അവിടെയും പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കമ്പനി ബോർഡ് LGS പരീക്ഷ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ, അതേപോലെ ബിവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷ.
ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകൾ. ഈ പരീക്ഷകളെല്ലാം തന്നെ 2026 ആദ്യ പകുതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്കൊരു പരമാവധി ഒരു 6 മാസത്തെ പ്രിപ്പറേഷനോടുകൂടി നമുക്ക് എക്സാം ഹാളിലേക്ക് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇതെല്ലാം തന്നെ. ഇനി ഇത്രയും സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരണമെങ്കിൽ ഇനി 3 വർഷം കഴിയണം. തൊട്ടടുത്ത വർഷം, അതായത് 2026 അവസാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ LD LGS പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ മുമ്പിൽ കാണണം. നിങ്ങളൊരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും മുമ്പോട്ടായിരിക്കണം. നിങ്ങൾ മുമ്പോട്ട് നോക്കണം. ഏത് പരീക്ഷയാണ് ഇത് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്, എങ്ങനെ പഠിക്കണം, ഞാൻ ഇന്ന പരീക്ഷ എഴുതിയപ്പോൾ എത്ര മാർക്കിനാണ് പരാജയപ്പെട്ടത്, എനിക്ക് എവിടെയാണ് പരാജയം സംഭവിച്ചത്, ആ വീഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ പതിയെ 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 മാത്രമേ നമുക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഇവിടെ മക്കളെ, ഒരു വീട് നമ്മൾ പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മേൽക്കൂരയാണോ പണിയുന്നത്? അല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ബേസ്മെന്റ് ആദ്യം സെറ്റാക്കും. എന്നിട്ട് പതിയെ 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 നമ്മൾ എന്ത് ചെയ്യും? ഓരോ കട്ട അല്ലെങ്കിൽ ഇഷ്ടികകൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ് ഏറ്റവും അവസാനം നമ്മൾ അതിന് മേൽക്കൂര ഉണ്ടാക്കി നമ്മൾ ടോപ്പിലേക്ക് എത്തുന്നത്. അങ്ങനെ തന്നെയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെ പിറകോട്ട് വലിക്കാൻ മാത്രമേ ആൾക്കാർ ഉണ്ടാവത്തുള്ളൂ. ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പുച്ഛമായിരുന്നു. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയാം വേറെ ജോലിയില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് PSC മേഖലയിലാണ്. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള SSC അല്ലെങ്കിൽ ഈ പറയുന്ന RRB നടത്തുന്ന പരീക്ഷകൾക്കും ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിൽ വളരെയധികം ജാഗ്രതയോടുകൂടി കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളുടെ ഒരു യാത്രയുണ്ടല്ലോ, ഒരു ദുർഘടമായ ഒരു വഴികളിൽ കൂടിയായിരിക്കും നിങ്ങൾ പോകുന്നത്. ആ വഴികൾ അത്ര നല്ല ഒരു ഈസി ഫീൽ കിട്ടുന്ന വഴിയൊന്നും അല്ല. ഗട്ടറുകളായിരിക്കും, കുഴികളായിരിക്കും. സോ ഇതൊക്കെ താണ്ടി 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 പോകുമ്പോഴാണ് നമ്മൾ അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ മുമ്പേ നടന്നു നീങ്ങിയ ഉദ്യോഗാർത്ഥികൾ അവർ ഇന്ന് ഉദ്യോഗസ്ഥരായിട്ട് വിവിധ സർക്കാർ മേഖലകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇത്തരം പരാജയങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവസാനം വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. അല്ലാതെ ആരും ഒരു പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ കയറിയതല്ല, 2 പരീക്ഷ എഴുതി കയറിയതല്ല. ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ അവർ ചില 10 മാർക്ക് കാണുന്നുള്ളവരും, അടുത്ത പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് 20 മാർക്ക് കിട്ടിക്കാണും. അതിനടുത്ത പരീക്ഷ എഴുതിയപ്പോൾ അത് 25 കുറഞ്ഞുണ്ടാവും. ചിലപ്പോൾ 4ാമത്തെ പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് 15 മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആഗ്രഹങ്ങളെ അവരെന്ത് ചെയ്തില്ല, ത്യജിക്കാതെ മുമ്പോട്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവർ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പരാജയങ്ങൾ വന്നു പോയേക്കാം, പക്ഷെ ഈ ഒരു യാത്രയിൽ നിങ്ങൾ മുമ്പോട്ട് നടന്നു നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു യാത്രയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പരാജയങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സംഭവിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പിറകോട്ട് വരിയാതെ നിങ്ങൾ മുമ്പോട്ട് തന്നെ നീങ്ങണം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓടാൻ സാധിച്ചെന്ന് വരത്തില്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നടക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാവണം. വീണെടുത്ത് വീണു പോകരുത്. അങ്ങനെയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു നീതികേടായിട്ട് മാറത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം. ആ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് തയ്യാറെടുക്കണം, സ്ഥിരതയോടുകൂടി. ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ അടുത്ത ദിവസവും 2 മണിക്കൂർ, അതിനടുത്ത ദിവസവും 2 മണിക്കൂർ, അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ ഒരു ദിവസം 20 മണിക്കൂർ പഠിക്കാൻ ഞാൻ പറയത്തില്ല, 15 മണിക്കൂർ പഠിക്കാൻ പറയത്തില്ല. 1 മണിക്കൂർ പഠിച്ചാലും മതി. പക്ഷേ ആ 1 മണിക്കൂർ പഠിക്കുന്ന കാര്യം തൊട്ടടുത്ത ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അതിന്റെ 90% നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സക്സസ് ആയെന്ന് അർത്ഥം. സോ അതുപോലെ നിങ്ങൾ ഓരോ ദിവസങ്ങളും കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള റിസൾട്ട് ഉള്ള ദിവസങ്ങളാക്കി മാറ്റിയെടുക്കണം. ഔട്ട്പുട്ടുകൾക്കാണ് പ്രാധാന്യം. നമ്മൾ എത്രത്തോളം പഠിച്ചു
അത് നമ്മുടെ പരീക്ഷകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ എത്ര മാർക്കിന് സ്കോർ ചെയ്യാൻ സാധിച്ചു, സിലബസിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇത്തരം വസ്തുതകളെല്ലാം ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, വിശകലനം ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ചെയ്യുന്നത് PSC-യുടെ തലേ ദിവസം നമ്മൾക്ക് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ട് എക്സാമിലേക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വെൽ പ്രിപ്പറേഷൻ ആണ്. അതായത് ഓരോ ദിവസങ്ങളും അവർ കൃത്യമായിട്ട് ഇത്ര ദിവസം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത് കഴിയുമ്പോൾ റിവിഷന് വേണ്ടി ഇത്ര, അങ്ങനെ പഠിച്ചു പോകുന്ന ആൾക്കാരാണ് ഓരോ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അവര് തൊട്ടടുത്ത 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അവർക്ക് അഡ്വൈസ് തന്ന് അവർ ജോലിയിൽ കയറുന്നു. ഈ അഡ്വൈസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോൾ മാത്രമായിരിക്കും ആ വ്യക്തികളെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ നിങ്ങൾക്കും ആവേശം കയറും, പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങിക്കുന്നത് ആവേശം കാണും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ആവേശം അതുപോലെ അങ്ങ് പോകും. അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആൾക്കാർക്ക് അഡ്വൈസുകൾ വരുമ്പോഴും ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ വരുമ്പോൾ മാത്രം നമ്മുടെ ഒരു ആവേശം പൊട്ടി ഉയരത്തുള്ളൂ. പക്ഷെ അത് 2 മാസം കഴിയുമ്പോഴത്തേക്ക് അതുപോലെ അങ്ങ് താന്നു പോവാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു സീരിയസ് ആയിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസത്തെ പ്രിപ്പറേഷനോട് കൂടി നിങ്ങൾക്ക് ഒരു ജോലി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് LGS പോലെയുള്ള ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. സോ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇത്തരം പരീക്ഷകൾ. അപ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച പോലും വരാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിലെ സമയം കുറവാണ്. ഈ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ മണിക്കൂറുകളും നിങ്ങൾ അത് കൃത്യതയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റിയെടുക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ എടുത്തു വെച്ച് റാങ്ക് ഫയൽ തുറന്നു വെച്ച് 5 പേജ് പഠിച്ചു, 6, അങ്ങനെയല്ല പഠിക്കേണ്ടത്. സിലബസിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ കണ്ടെത്തി 2021 മുതൽ 2025 വരെയുള്ള മുഴുവൻ ചോദ്യ പേപ്പറും കവർ ചെയ്തുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പരീക്ഷ ചെയ്യുന്ന ആൾക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക. ഒരുപാട് പേര് പിറകിൽ നിന്ന് വലിക്കാനും നിങ്ങളെ തള്ളിയിടാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾക്കൊരു നിമിഷം ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു തോന്നലിൽ മാത്രമായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ ഒരു ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ദൗത്യമാണ്. നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു യാത്രയിൽ. പക്ഷേ നിങ്ങൾ ആ വിജയിച്ച ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൈയടിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഇനി ഉടനെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് LD LGS പരീക്ഷകളൊക്കെ വരാൻ പോവാണ്, നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. 1 വർഷത്തെ കാലാവധി കൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠനത്തിൽ എപ്പോഴും ഇതായിരിക്കണം. എപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യണം. നിങ്ങളൊരു ആദ്യത്തെ 8 ദിവസം പഠിച്ചു, ഒരു 5 ദിവസം നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെ 13 ദിവസമായി. 14ാമത്തെ ദിവസം നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യതയായിരിക്കും, ഒന്നും കിട്ടത്തില്ല കയ്യിൽ. അതാണ് പ്രശ്നം. ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല. ഇപ്പൊ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ക്യാച്ച് ചെയ്യാം. നമ്മൾ കൈ ഒടിഞ്ഞ് 6 മാസം അല്ല 2 മാസം നമ്മൾ വീട്ടിൽ കിടന്നു, അന്നേരം ഒന്നും കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് പോയി നമ്മൾ എഴുതി വരാറുണ്ട്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മൊത്തത്തിൽ 0 ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇതുപോലെ ഒരു അവസരം ഇനി നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാലേ വരത്തുള്ളൂ. നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വർഷമാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു 3 വർഷം, കാത്തിരിപ്പിന്റെ 3 വർഷം നിങ്ങൾ സർവീസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു നന്മ എന്ന് പറയുകയാണെങ്കിൽ അതാണ് പറയാൻ. നിങ്ങളുടെ വീട്ടുകാരോട് ചെയ്യാവുന്ന ഒരു നന്മ, അച്ഛനോടും അമ്മയോടും ചെയ്യാവുന്ന ഒരു നന്മ, എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടുത്ത 2027, 2028 കാലഘട്ടത്തിലെ നല്ല നിമിഷങ്ങൾ, ഇതുപോലെയൊക്കെ ഉള്ള ക്രിസ്മസ് പോലെയുള്ള നിമിഷങ്ങൾ
നിങ്ങൾ സർക്കാർ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആഘോഷിക്കുന്ന രംഗങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരുപാട് നന്മയോടുകൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഒരു കാരണവശാലും പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തു തന്നെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിലേക്കുള്ള ഒരു വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഈ ഒരു തീരുമാനം, അതായത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം. അത്തരത്തില് നിങ്ങളുടെ മുമ്പിലെ വലിയൊരു അവസരമാണ് 2025 അവസാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതിയെടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഓരോരുത്തരും ഓരോ സർക്കാർ ഓഫീസുകളിൽ ഇരുന്ന് ഇങ്ങനെ ഇത്തരം നല്ല നിമിഷങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷനോടുകൂടി മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും പിറകോട്ട് ഞാൻ വരുത്തില്ല, മുമ്പോട്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ആത്മാഭിമാനത്തോടു കൂടി വളരെ ആത്മവിശ്വാസത്തോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു കമന്റ് ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ വാക്കുകൾ പ്രചോദനം ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.